നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ ഉണ്ടാക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കും അതേപോലെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. ബൈസ്, നമുക്ക് ആദ്യം തന്നെ കുറച്ച് കാർഡ്ബോർഡിൻ്റെ കഷ്ണങ്ങൾ എടുത്തിട്ടുണ്ട്. നമ്മുടെ ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെ ബോഡി തയ്യാറാക്കി എടുക്കാനായിട്ടാണ്. നമുക്ക് അടുത്തായിട്ട് ആവശ്യമുള്ളത് ഒരു സ്പീക്കറാണ്. അപ്പോൾ നമുക്ക് ചെറിയൊരു കഷ്ണം കാർഡ്ബോർഡ് എടുത്തതിന് ശേഷം അതിൻ്റെ പുറത്തേക്ക് നമ്മുടെ ഒരു സ്പീക്കർ വെച്ച് നമുക്ക് ഒരു റൗണ്ട് ഭാഗമായിട്ട് നമുക്കിവിടെ ഒന്ന് വെട്ടിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് കാര്യങ്ങളെല്ലാം മാർക്ക് ചെയ്ത് നമുക്കിതൊന്ന് ആ റൗണ്ട് ഭാഗത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ സ്പീക്കറിൻ്റെ ഈ ഒരു ഭാഗവും അതുപോലെ തന്നെ നമ്മുടെ സ്പീക്കറിൻ്റെ ബാക്ക് ഒരു മാഗ്നറ്റും ഏകദേശം ഒരേ അളവാണ്. അപ്പോൾ അത് വെച്ചാണ് നമ്മൾ ഏകദേശം ഒന്ന് ഗസ് ചെയ്ത് വരച്ചിട്ടുണ്ട്. അപ്പോൾ അതിനതേ നമ്മളത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, നമുക്കിത് നമ്മുടെ ഈ ഒരു ഫ്രെയിമിലിട്ട് വെച്ചെടുത്ത് നോക്കാം. അപ്പോൾ കറക്റ്റ് സെറ്റായി തന്നെ ഇരിപ്പുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് ഒരു ഗ്ലൂ ഗൺ യൂസ് ചെയ്ത് ഒന്ന് ഒട്ടിച്ച് ചൂടെടുക്കാം. അപ്പോൾ നമ്മളിത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളത് ഒരു ആംപ്ലിഫയർ ബോർഡാണ്. നമ്മുടെ ഈ ഒരു സ്പീക്കറും ബാറ്ററിയും എല്ലാം കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ആംപ്ലിഫയർ ബോർഡ് നമ്മൾ സെറ്റ് എടുത്തിട്ടുണ്ട്. ഇത് ബ്ലൂടൂത്തിൻ്റെ അല്ല, സാധാരണ നമ്മുടെ സ്പീക്കറിൽ കണക്ട് ചെയ്യുന്നതാണ്. ഇതിപ്പോൾ എനിക്ക് വേറൊരു സ്പീക്കറിൻ്റെ അകത്ത് നിന്ന് കിട്ടിയതുകൊണ്ടാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് അല്ലാതെ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രോഡക്റ്റ് ടാഗ് ചെയ്തിട്ടുണ്ടാവും, മതി നിങ്ങൾക്ക് കയറി വാങ്ങുന്നുള്ളതാണ്. ഇനി നമ്മുടെ ഒരു ആംപ്ലിഫയർ ബോർഡ് നമുക്ക് ചെറിയൊരു കഷ്ണം കാർഡ്ബോർഡ് എടുത്തതിന് ശേഷം, അതായത് നമ്മുടെ ഈ ഒരു സ്പീക്കറിൻ്റെ സൈഡിൽ സെറ്റ് ചെയ്യാനായിട്ടാണ് ഈ ഒരു രീതിയിൽ നമ്മളൊരു കാർഡ്ബോർഡ് എടുത്ത് അതിൽ നമ്മുടെ ഒരു ആംപ്ലിഫയറിൻ്റെ സ്വിച്ചും അതുപോലെ തന്നെ വോയിസ് കൺട്രോളും അതിനെ ഓണാക്കുന്ന സമയത്ത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ആ ഒരു LED യും പുറത്ത് വരുന്ന വിധത്തിൽ ഒന്നിട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഗ്ലൂ ഗൺ യൂസ് ചെയ്ത് നമുക്കിതൊന്നതിൽ കറക്റ്റായിട്ട്, അതായത് ഈ ഒരു രീതിയിൽ നമുക്ക് ഏതെങ്കിലും പശ ഉപയോഗിച്ച് നല്ല രീതിയിൽ തന്നെ ഒന്നിട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മളിത് അത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അടുത്തതായിട്ട് നമ്മുടെ ഈ ഒരു സ്പീക്കറിൻ്റെ 2 വയറും നമ്മുടെ ഒരു ബോർഡിലോട്ട് പോസിറ്റീവ് നെഗറ്റീവ് മാറിപ്പോകാതെ നമുക്കൊന്ന് സോൾഡർ ചെയ്തെടുക്കാം. നമ്മൾ സോൾഡർ ചെയ്തെടുത്ത് കഴിഞ്ഞു. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഒരു നെക്ക് ബാൻഡാണ്. നെക്ക് ബാൻഡ് ഇല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇയർബഡ്സ് അതെന്തായാലും യൂസ് ചെയ്യാം. അതിപ്പോൾ 2 സ്പീക്കറിന് കേടാവുന്ന സമയത്ത് നമ്മളിപ്പോൾ ഉപേക്ഷിക്കുന്നത് പതിവ്. അപ്പോൾ അതിന് പകരം നമ്മൾ അതിനുള്ള ആ ഒരു ബോർഡ് നമുക്ക് എടുക്കണം. കാരണം നമ്മൾ എക്സ്റ്റേണലായിട്ട് വേറൊരു ബ്ലൂടൂത്ത് മൊഡ്യൂൾ വെക്കുന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് ഇതാണ് ഇതിൽ യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ എല്ലാ വയറും ഇതിൽ നിന്ന് ഡിസ്കണക്ട് ചെയ്തെടുക്കണം. ഓൾറെഡി ഏകദേശം എല്ലാം ഡിസ്കണക്ട് ചെയ്താണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളിത് ആ ഒരു മൊഡ്യൂൾ സോൾഡർ ചെയ്ത് ഇറക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ആവശ്യമുള്ളത്, ഇതിൽ നമുക്ക് ബാറ്ററിയും അതുപോലെ തന്നെ നമ്മുടെ സ്പീക്കറിൻ്റെ 2 വയറും എടുക്കണം. അതായത് B+, B-, അടുത്ത R+, R-, ഈ 4 പിന്നുകളാണ് നമുക്ക് ആവശ്യം. അപ്പോൾ നമുക്ക് ഒരു 2 വയർ എടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ R+ലും R-ലോട്ടും ഓരോ വയർ വീതം ഒന്ന് സോൾഡർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ R+ലും R-ലും 2 വയർ വീതം സോൾഡർ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് B+ലും B-ലും കൂടെ 2 വയർ നമുക്കൊന്ന് സോൾഡർ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിത് ആ 4 വയറും നമ്മുടെ ഈ ഒരു മൊഡ്യൂളിലോട്ട് സോൾഡർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്തായിരുന്ന ആ ഒരു മൊഡ്യൂളിൽ RGL എന്ന് പറഞ്ഞ 3 ഓപ്ഷൻ ഉണ്ട്. അത് 3 നമ്മുടെ ജാക്കിലോട്ട് കണക്ട് ചെയ്യാനുള്ളതാണ്. അപ്പോൾ അതിൽ Rഉം Gയും ഇത് രണ്ടും, ഈ 2 പിന്നാണ് നമുക്ക് ആവശ്യം. അതിലോട്ട് നമ്മുടെ ഈ ഒരു ഹെഡ്സെറ്റിൻ്റെ ആ ഒരു മൊഡ്യൂളിൽ നിന്ന് എടുത്ത R+, R-ൽ എടുത്ത ആ ഒരു 2 വയറും നമുക്ക് R+ നമ്മുടെ ഈ ഒരു Rലോട്ട് സോൾഡർ ചെയ്തെടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ R- നമ്മുടെ ഗ്രൗണ്ടിലോട്ട്, അതായത് Gയിലോട്ട് നമുക്കൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഈ ഒരു മൊഡ്യൂള് നമുക്ക് ഈ കാർഡ്ബോർഡിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഒന്ന് ഒട്ടിച്ച് മൂടെടുക്കാം. അപ്പോൾ നമുക്ക്, അതായത് നമ്മുടെ സ്വിച്ച് കൺട്രോളിങ് എല്ലാം നമുക്ക് ഈ ഒരു ആംപ്ലിഫയർ വഴിയും, അതുപോലെ നമുക്ക് ചാർജ് ചെയ്യുന്നത് നമുക്ക് ഈ ഒരു മൊഡ്യൂൾ വഴിയാക്കാം. അപ്പോൾ അങ്ങനെ തരത്തിലാക്കാനായിട്ടാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ ഈ ഒരു ബോർഡ് നല്ല രീതിയിലൊന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ അത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ മൊഡ്യൂളിൽ നിന്ന് നമ്മുടെ ബാറ്ററിയിലോട്ട് കണക്ഷൻ കൊടുക്കാനുള്ള 2 വയർ എടുത്തിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ ഈ ഒരു ആംപ്ലിഫയർ മൊഡ്യൂളിലോട്ട് നമുക്ക്
ഇതും ഈ 2 വയറും സോൾവ് ചെയ്തെടുക്കാം. അതായത് നമ്മുടെ ആംപ്ലിഫയർ ബോർഡിൽ ഇൻപുട്ട് കൊടുക്കേണ്ടത് വോൾട്ട് പ്ലസ് വോൾട്ട് മൈനസ് എന്ന് പറഞ്ഞ് 2 പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ആ 2 ഭാഗങ്ങളിൽ നമുക്ക് ഈ 2 വയറും ഒന്ന് സോൾവ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ അത്രയും സോൾവ് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഒരു 3.7 വോൾട്ടേജിൻ്റെ ഒരു ബാറ്ററിയാണ്. ഇനി നമുക്ക് ബാറ്ററിയുടെ നെഗറ്റീവ് നമ്മുടെ ഈ ഒരു മൊഡ്യൂളിൽ ഇൻപുട്ട് കൊടുക്കേണ്ട സ്ഥലത്ത് നെഗറ്റീവ് മാത്രം നമുക്കൊന്ന് സോൾഡർ ചെയ്ത് കൊടുക്കണം. ഡൈസിന് അടുത്തായിട്ട് നമുക്കൊരു ചെറിയൊരു സ്വിച്ച് വേണം. അപ്പോൾ ആ സ്വിച്ച് നമ്മുടെ ഈ ഒരു സ്പീക്കറിൻ്റെ 4 വശം മറയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു കാർഡ് ബോർഡിലോട്ട് നമുക്കൊരു സ്വിച്ച് ഒന്ന് വെടിച്ചു കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ ഒരു ലെഗിലോട്ട് നമ്മുടെ ബാറ്ററിയുടെ പോസിറ്റീവ് നമുക്കൊന്ന് സോൾഡർ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ സ്വിച്ചിൻ്റെ മറ്റേ ലെഗിൽ നിന്ന് ഒരു വയർ എടുത്ത് നമ്മുടെ ഈ ആംപ്ലിഫയറിൻ്റെ ബാറ്ററിയുടെ പോസിറ്റീവ് കൊടുക്കുന്ന ആ ഒരു ലെഗിലോട്ട് നമുക്കൊന്ന് സോൾഡർ ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഈ ഒരു സ്വിച്ച് എക്സ്റ്റേണലായിട്ട് വേറെ വെച്ചതിൻ്റെ കാര്യം നമ്മുടെ ഈ ഒരു ബ്ലൂടൂത്തിൻ്റെ മൊഡ്യൂള് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സ്വിച്ചിൻ്റെ ആവശ്യമുണ്ട്. ഇല്ലെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് പവർ ഓൺ ചെയ്യുന്ന ആ ഒരു സ്വിച്ച് നമുക്ക് പുറത്തോട്ട് എടുക്കേണ്ടി വരും. അതിനെക്കാട്ടിയും നമുക്ക് ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് ഒട്ടിച്ച് റെഡിയാക്കി എടുക്കാം. അതെങ്ങനെയാണെന്ന് അടുത്ത് കാണിച്ചു തരാം. ഗൈസ്, ഇനി നമ്മുടെ ഈ ഒരു ബാറ്ററി നമുക്ക് ഈ കാർഡ് ബോർഡിലോട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഗൈസിന് അടുത്തായിട്ട് നമ്മുടെ ഓരോരോ ഭാഗങ്ങളായിട്ട് ഇനി നമുക്കൊരു ഇതെല്ലാം ഒരു പെട്ടിക്കുള്ളിലോട്ടൊന്ന് ആക്കിയെടുക്കണം. അതിനായിട്ട് ഇതിൻ്റെ 4 വശം നമുക്ക് ആദ്യം ഒന്ന് കാർഡ്ബോർഡ് യൂസ് ചെയ്തൊന്ന് ഒട്ടിച്ച് മറച്ചെടുക്കാം. അപ്പോൾ ഗൈസ്, നമ്മളിത് എല്ലാ 4 സൈഡും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ പുറകു വശവും കൂടെ, അതായത് നമ്മുടെ ഈ ഒരു സ്വിച്ചും ലൈറ്റും എല്ലാം പുറത്തോട്ട് വരുന്ന വിധത്തിലോട്ട് വെച്ചതിന് ശേഷം ഒരു കാർഡ്ബോർഡ് ഉപയോഗിച്ച് നമുക്ക് ഈ സൈഡും ഒന്ന് ബാക്ക് വശം ഒന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഗൈസ്, നമ്മളിത് നമ്മുടെ സ്പീക്കറിൻ്റെ മുഴുവൻ ഭാഗം കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ കാർഡ്ബോർഡിൻ്റെ ആ ഒരു കളറൊക്കെ ഇല്ല. അപ്പോൾ നമുക്കിതൊന്ന് മാറ്റാനായിട്ട് മുഴുവനായിട്ടൊരു വെള്ള പേപ്പർ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മുടെ സ്പീക്കറോടെ നമ്മൾ മുഴുവനായിട്ട് ഒട്ടിച്ച് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ വർക്കിംഗ് നോക്കിയാലോ. അപ്പോൾ ഗൈസ്, നമ്മുടെ ബ്ലൂടൂത്ത് സ്പീക്കറോടെ ഒന്ന് ഓണാക്കി കൊടുക്കാം. ആദ്യം നമ്മുടെ സ്വിച്ച് ഒന്ന് ഓണാക്കാം. ഓണാക്കിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, നമുക്കിനി ഇതിനെ ഒന്ന് ബ്ലൂടൂത്തുമായിട്ട് ഒന്ന് കണക്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഗൈസ്, നമ്മുടെ സോങ് പ്ലേ ചെയ്യണേ. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്നത്തെ സ്പീക്കർ ഉണ്ടാക്കുന്നുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.